വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ക്ലോൺ മക്നോയിസ് എന്ന് പറയുന്ന ഹൊഫ്ലിയിലെ സ്ഥലത്തുള്ള ഒരു ഷാനൻ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ലോൺ മക്നോയിസ് എന്നൊരു സ്ഥലത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. അയർലൻഡിലെ പുരാതനമായൊരു സെമിട്രിയാണിത്. പ്രശസ്തമായിട്ടുള്ളൊരു സൈറ്റാണിത്. ഇത് ഖീറാൻ എന്ന് പറയുന്ന ആൾ 544 AD സ്ഥാപിച്ചതായി കരുതപ്പെടുന്നു. പുരാതനമായിട്ടുള്ള ഒരു ഐറിഷ് പഠനകേന്ദ്രം ഷാനൻ നദീതീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിലെ സൈറ്റിൽ കത്തീഡ്രലുണ്ട്, ഒരു കത്തീഡ്രലിൻ്റെ അവശിഷ്ടമുണ്ട്, 2 ഹൈ ക്രോസ്, അതായത് വലിയ ഐറിഷ് കെൽറ്റി ക്രോസ് ഉണ്ട്, പിന്നെ എന്നിവയുടെ അവശിഷ്ടങ്ങളുണ്ട്. നിരവധി കെൽറ്റി കെയറിങ്ങുകളുള്ള ഗ്രേവ് സ്ലാബുകളുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവ കാലഘട്ടത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രവും പഠന കേന്ദ്രവുമായിരുന്നു ഇതെന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രേവ്യാർഡിൽ ഇവിടുത്തെ പഴയ കൽപ്രതിമകൾ വളരെ പ്രാചീനമായവരാണ്. ഈ സൈറ്റ് ചരിത്രപരമായി നിരവധി ഉയർന്ന ഭരണാധികാരികളുടെയും രാജവംശങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇത് ഐറിഷ് പൊതുപ്രവർത്തനങ്ങളുടെ കീഴിൽ, ഹെറിറ്റേജ് സ്ഥാപനങ്ങളുടെ കീഴിൽ, പബ്ലിക് വർക്കിൻ്റെ കീഴിലാണ് ഇപ്പം ഇത് സംരക്ഷിക്കപ്പെടുന്നത്. ഒരു ദേശീയ സ്മാരകമായിട്ടാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പഴയ പള്ളി കാണുന്നുണ്ട്. അത് പൊളിഞ്ഞ് പോയത് അവർ സംരക്ഷിച്ചേക്കാണ്. അതുപോലെ ഇവിടെ കാണുന്ന പള്ളിക്കകത്തൊക്കെ ആളുകളെ അടക്കിയിരിക്കുന്നതായിട്ട് കാണാം. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഷാനൻ്റെ മനോഹരമായിട്ടുള്ള തീരങ്ങളിൽ പശുക്കളൊക്കെ ഓടി നടക്കുന്നതൊക്കെ ഭംഗിയായിട്ട് കാണുന്നുണ്ട്. ഇവിടുത്തെ ഹൈക്രോസുകളും ആ ഫലകങ്ങളുമൊക്കെ പള്ളിയുടെ അവശിഷ്ടങ്ങളുമൊക്കെ വളരെ പുരാതനമായിട്ടുള്ള ഒരു പുരാതനമായിട്ടുള്ള ചരിത്രം സൂക്ഷിക്കുന്നതും വളരെ ഭംഗിയുള്ളതുമാണ്. അതുപോലെ തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇവിടം ഒരു ലൈറ്റ് ഹൗസ് പോലെ സംരക്ഷിച്ചു എന്നാണ് ചരിത്രങ്ങളിൽ പറയപ്പെടുന്നത്. എന്ത് നല്ല പ്രകൃതി ഭംഗിയാണെന്ന് നോക്കിയ ആകാശവും പശുക്കളൊക്കെ ഓടുന്നതും ചെറിയൊരു ബോട്ടിങ്ങൊക്കെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് പ്രൈവറ്റ് ബോട്ടിങ്ങാണ്. അത് അതിൻ്റെ ഓപ്പോസിറ്റ് സ്ഥലത്തായിട്ടാണ്. വളരെ മനോഹരമായിട്ട് ഈ ഐറിഷ് പാരമ്പര്യം അവരെ നിലനിർത്തി പോരുന്നുണ്ട്. ഇത് കാണാനായിട്ട് ഡബ്ലിനിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. 1 മണിക്കൂറോ ഒരു 1.5 മണിക്കൂറോളം ദൂരം കാറിൽ യാത്ര ചെയ്താൽ എത്താവുന്ന ദൂരമാണ്. അയർലൻഡിൽ താമസിക്കുന്നവർക്കും അയർലൻഡ് ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വന്ന് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ UK വരുവാണെങ്കിൽ നല്ല കാര്യമാണ് ഒന്ന് വന്ന് കണ്ടിട്ട് പോകുന്നത്. എന്ത് മനോഹരമായിട്ടാണ് അവിടുത്തെ ആ ബോട്ട് ജെട്ടിയൊക്കെ ഇത് ചെയ്തേക്കുന്നത് നോക്കി. വളരെ ഞങ്ങൾ 1 മണിക്കൂർ നിൽക്കാൻ പോയതാണ്, പക്ഷേ 1.5 മണിക്കൂറോളം അവിടെ ചിലവഴിച്ചു. 4-5 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇവിടം ഒരു ലൈറ്റ് ഹൗസ് പോലെയാണ്. മധ്യകാല യൂറോപ്പിൻ്റെ സാഹിത്യവും കലയും ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന പഠിപ്പിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇത്. പുരാതന ദൃശ്യങ്ങളും നദീതര കാഴ്ചകളും ഒക്കെ ആയിട്ട് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ചെറിയൊരു ടിക്കറ്റുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ പൊതു ശൗചാലയം ഫ്രീ ആയിട്ടുണ്ട്. എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും, ചെറിയ കോഫി ഷോപ്പ് വെളിയിലുണ്ട്, ഫുഡ് കഴിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തും പിന്നെ ഈ നദീതീരത്ത് പോയിട്ട് ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഒരുപാട് നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഇതുപോലൊക്കെയുള്ള നല്ല നല്ല കാഴ്ചകൾ കാണുക എന്ന് പറഞ്ഞാൽ, മനസ്സിനെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കവും ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്, പക്ഷേ ഒടുക്കത്തെക്കുറിച്ച് പലരും ആലോചിക്കാറില്ല. ഈ സിമെട്രി ഇപ്പോഴും അതിനപ്പുറത്തായിട്ട് പുതിയ 2023 മുതൽ വേറൊരു പാർട്ടിൽ അവർ സിമെട്രി ആയിട്ട് ഇപ്പോഴും ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാനായിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയിലൊരു ലൈക്ക് കൊടുക്കുക, ഒരു ബെൽ ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കാണാം. അയർലൻഡിൻ്റെ പുതിയ പുതിയ വീഡിയോകളായിട്ട് വീണ്ടും വരാം. റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എനിക്കറിയത്തില്ല. ഒത്തിരി മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ വീണ്ടും അതൊക്കെ അങ്ങ് റെക്കോർഡ് ചെയ്ത് പോകും. ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒക്കെ പറ്റിയ നല്ലൊരു പ്ലേസാണിത്. നിങ്ങൾ അയർലൻഡ് വരുന്നവർ കാണുക, അയർലൻഡിലുള്ളവർ ആസ്വദിക്കുക. നല്ല സ്ഥലമാണ്. പുരാതനമായിട്ടുള്ള കാര്യങ്ങൾ ഐറിഷ് പാരമ്പര്യങ്ങളെക്കുറിച്ച് അറിയാനും ഒക്കെ നല്ലൊരു കാര്യമാണ് ഇത്. ഓർക്കുക, നല്ല സ്ഥലമാണ്. ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് വരുന്നവരും വരെയും നിങ്ങളെനിക്ക് സപ്പോർട്ട് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. AD 544 ഇതുണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ക്ലോൺ മക്നോയിസ് വളരെ നല്ല ഒരു സ്ഥലം, കൗണ്ടി ഒഫലി എന്ന് പറയുന്നൊരു സ്ഥലത്തുള്ളതാണ്. വളരെ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ പുരാതനമായിട്ടുള്ള അറിവുകൾ കിട്ടുന്നൊരു സ്ഥലമാണ്. ഇനിയും ഇത്ര നേരം വാച്ച് ചെയ്തതിന് നന്ദി. ഇനി വീഡിയോ ആയിട്ട് വരുന്നവിടം വരെ കാണാം, പിന്നെ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ നൗ.